അസ്സലാമു അലൈക്കും. അൽ കഹ്ഫ് സൂറത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു ആയത്തിന് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അധ്യായം 18 സൂറ അൽ കഹ്ഫിൽ 110 ആയത്ത്. നബിയെ പറയുക, ഞാൻ നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏക ദൈവം മാത്രമാണ്. എനിക്ക് ബോധനം നൽകപ്പെടുന്നു. അതിനാൽ വല്ലവനും തന്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. യഥാർത്ഥ സൃഷ്ടാവ് ഏക ദൈവമാണെന്നുള്ള ബോധന എനിക്ക് ലഭിക്കുന്നുണ്ട്. എന്നിട്ടോ ഈ വിശുദ്ധ ഖുർആനിൽ തന്നെ അവനുമായി കണ്ടുമുട്ടണം എന്ന് ആഗ്രഹമുള്ളവർ സൽക്കർമ്മം ചെയ്യാനാണ് പറയുന്നത്. പിന്നെ രക്ഷിതാവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ സൃഷ്ടാവിനോട് പങ്കു ചേർക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ളൊരു ദൈവത്തെ നമ്മൾ സ്വീകരിക്കരുത്. അവൻ ഏകദൈവമാണ്. എന്നാൽ തൊട്ടു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാന്റെ ദൃഷ്ടാന്തം വരുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവസാന കാലഘട്ടത്തിൽ അള്ളാന്റെ ദൃഷ്ടാന്തം വരും. അവൻ ഏകനാണെന്നുള്ള തെളിവുകൾ പുറത്തു വരും. ആ പുറത്തു വരുന്ന സമയത്ത് എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട രീതിയിലുള്ള തെളിവുകൾ അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ, സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള വ്യക്തമായ തെളിവ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സമയം ദൃഷ്ടാന്തം നമ്മൾ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാവും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അങ്ങനെ നമ്മൾ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നിഷേധിക്കാൻ പാടുണ്ടോ? അഥവാ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും പിന്നീടുള്ള അവസ്ഥ?